നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗുണ്ടകളെ പറ്റിയ ഗുണ്ടകൾ. കഴിഞ്ഞ വർഷം അലുവ അതുൽ എന്നൊരു ഗുണ്ട എതിരാളികളുടെ വെട്ടേറ്റ് മരിച്ചു. അതിന് ഒരു വർഷം മുമ്പ് ജിം രാജേഷ് എന്നൊരു ഗുണ്ട അലുവ അതുലും കൂട്ടരും കൂടി വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. അപ്പോഴാണ് ഈ ഗുണ്ടകളെ പറ്റി ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നിയത്. കേരളം ഒട്ടാകെ ഗുണ്ടകളുടെ വിളയാട്ടമാണ്. അത് കാലാകാലങ്ങളിലായിട്ട് ഗുണ്ടകളുണ്ട്. പക്ഷേ ഗുണ്ട വിളയാട്ടം ഏറ്റവും കൂടുതൽ പ്രബലമായത് LDF ഭരണം വന്ന ശേഷമാണ്. LDF ഗുണ്ടകളുടെ ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണ്ടകളെ പ്രൊമോട്ട് ചെയ്തത് LDF തന്നെയാണ്. UDF BJP ഒന്നും ആ തരത്തിൽ കൂടുതൽ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുമാട്ടെ, ഗുണ്ടകൾ 3 തരത്തിലുണ്ട്. ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം കാശോ മറ്റെന്തെങ്കിലുമോ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഗുണ്ടകൾ. കൂലിത്തല്ലുകാർ എന്ന് പറയാം. ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഹീറോ പരിവേഷം, വലിയ ഡെക്കറേഷനൊക്കെ വെച്ച് എല്ലാവരും പറയുന്നതാണ് ഗുണ്ടകൾ വലിയ സ്റ്റാർ പരിവേഷമാണ്. അല്ല, ആ സ്റ്റാർ പരിവേഷം ഒന്നും വേണ്ട. വെറും നീചന്മാരായ വർഗമാണ് ഗുണ്ടകൾ. അവർ മറ്റുള്ളവരിൽ നിന്നും പണം കൈപ്പറ്റി മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഒരു പാരൽ സംവിധാനം ഗുണ്ടകൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് ഒത്തിരിയേറെ ഗുണ്ടകളെ അറിയാം, ഗുണ്ടാ സംഘങ്ങളെ അറിയാം, പറഞ്ഞു കേട്ടുള്ള അറിവുമുണ്ട്. ഗുണ്ടകൾ 3 തരമാണ്. ഒന്ന്, കാശ് വാങ്ങിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന കൂലി ഗുണ്ടകൾ. 2, രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ഗുണ്ടകൾ, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുണ്ടകൾ. 3, മത ടെററിസ്റ്റ് ഗുണ്ടകൾ. അത് മതത്തിന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ഗുണ്ടകൾ. ഇവരൊക്കെ അവരവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല ഗുണ്ടായിസം നടത്തുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഹീനപ്രവൃത്തിയാണ്. എങ്ങനെയാണ് ഈ ഗുണ്ടകൾ ഉണ്ടാകുന്നത്? ദാരിദ്ര്യത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല ഗുണ്ടായിസം. സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് ഗുണ്ടായിസത്തിന് പോകുന്നത്. വലിയ അധ്വാനമില്ലാതെ പണം കയ്യിൽ വരിക, അത് ധാരാളിച്ച് ചെലവാക്കുക. അങ്ങനെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ഗുണ്ടകൾ ജനിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഗുണ്ടായിസത്തിൽ ചെന്നെത്തുന്നത് 1, ഇതുപോലെ പണത്തിന് വേണ്ടി, 2, മയക്കുമരുന്നിന് വേണ്ടി. പല ചെറുപ്പക്കാർക്കും ഈ ഗുണ്ടകളെ വലിയ വീരപരിവേഷം കണ്ടുകൊണ്ട് ഗുണ്ടായിസത്തിലേക്ക് പോകുന്നവരുണ്ട്. ഓരോരുത്തർ മരടനീഷ്, തമ്മനം ഷാജി, അലുവ അതുൽ, പിന്നെ ബ്ലാക്ക് വിഷ്ണു, പിന്നെ ജിം രാജേഷ് എന്നൊക്കെ പേരിൽ ഗുണ്ടകൾ. ഇപ്പം 1-2 ഗുണ്ടകൾ കഴിഞ്ഞിടയ്ക്ക് കൊല്ലപ്പെട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഗുണ്ടായിസത്തിൻ്റെ ആ ഒരു പ്രബലത, ആ ഒരു സ്റ്റാർ പരിവേഷം നൽകി നമ്മൾ അവരെ ആരാധിക്കുന്നു. വല്ല അർത്ഥവുമുണ്ടോ ഈ ആരാധനയിൽ? ഗുണ്ടകൾ വെറും നീചന്മാരാണ്, ഒരു മനസ്സാക്ഷിയും ഇല്ലാത്തവരാണ്. മനസ്സാക്ഷി ഒരു ഗുണ്ടയ്ക്കും ഉണ്ടാവില്ല. മനസ്സാക്ഷി കൊണ്ട് ഗുണ്ടായിസം പറ്റില്ല. അതായത് നമുക്ക് വേണ്ടിയോ നമ്മുടെ അടുപ്പത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയോ ഒക്കെ ന്യായമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരിക്കലും ഗുണ്ടായിസമാണില്ല. അത് റൗഡിസം എന്നൊക്കെ പറയുന്നത്. ഇതല്ല, ഒരാൾ കൊണ്ട് പൈസ കൊടുക്കുന്നു, ഒരാളെ പോയി വെട്ടുന്നു, കൊല്ലുന്നു, പൈസയുടെ വലിപ്പം അനുസരിച്ച് ഓരോന്നും ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ ഒരാളുടെ കാലോ കയ്യോ വെട്ടിക്കളയാൻ ഉള്ള ഗുണ്ടകൾ ധാരാളമുണ്ട്. വെറും 1 ലക്ഷം രൂപ, 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ കൊല്ലാനും ഗുണ്ടകളുണ്ട്. നമ്മുടെ ഒന്നും ജീവിതം ഈ കേരളത്തിൽ സുരക്ഷിതമല്ല, അതാണ് സത്യം. ഒരാൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ നാളെ ഞാനോ നിങ്ങളോ 2 കാലം നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിൽ കേരളം അധപ്പതിച്ചു. മരട് അനീഷ എന്നൊരു ഗുണ്ട, അയാളുടെ വീഡിയോ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ വലിയ നിലയിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നത്. അയാളുടെ ഹീറോയിസം, എന്ത് ഹീറോയിസമാണ് ഇതിലുള്ളത്? മരട് അനീഷിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയാണ്. കുറച്ചൊക്കെ നീതിബോധം ഉണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്ന ആളാണ്. മരട് അനീഷിനെ വലിയ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അയാൾ വീഡിയോ ഇട്ട് മറ്റുള്ള ചെറുപ്പക്കാരെ കൂടെ ആ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഈ ഷാജൻ സ്കറിയയെ മാർക്സിസ്റ്റുകാർ കുമ്മിയപ്പോൾ ഒരു ഗുണ്ടായകളും അയാളെ സഹിക്കാൻ ചെന്നില്ല. അങ്ങനെയൊക്കെ ചെല്ലും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നത്. ഗുണ്ടകൾക്ക് പ്രത്യേകിച്ച് ആത്മാർത്ഥതയൊന്നുമില്ല. അവർക്ക് കാശ്, പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. പണം കൊടുത്താൽ, ഷാജൻ സ്കറിയ കൊടുത്താലും KJ മനു കൊടുത്താലും ആര് കൊടുത്താലും ഗുണ്ടകൾ പ്രവർത്തിക്കും. പക്ഷേ അതിലൊരു അപകടമുണ്ട്. നമ്മൾ ഒരാളെ ഒന്ന് വരുത്താൻ വേണ്ടി ഒരു ഗുണ്ടകളെ വിട്ടാൽ ഈ ഗുണ്ട ചെന്ന് ചെയ്യുന്നത്
എന്താന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഗുണ്ട പോയി കൊന്നു വന്നാൽ നമ്മളും കൂട്ടുപ്രതിയാണ്, നമ്മളും പ്രതിയാകും, നമ്മളും അകത്ത് പോവും, നമുക്കും ജീവപര്യന്ത് കിട്ടും. തെളിയിക്കാനൊക്കെ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വെച്ച് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഗുണ്ടായിസം എന്ന പ്രവൃത്തി ഒരിക്കലും ആരാധനയോടെ കൂടി കാണേണ്ടുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ കരുനാഗപ്പള്ളിയിലും ഒക്കെ ഉണ്ടായ ഈ അലുവാതിൽ കൊല്ലപ്പെട്ടു. അലുവാതിൽ കൊല്ലപ്പെടും എന്ന് കേരള പോലീസിന് അറിയാമായിരുന്നു. സംശയമൊന്നും വേണ്ട, കേരള പോലീസ് മോശമല്ല. കേരള പോലീസിന് അറിയാമായിരുന്നു. വേണമെങ്കിൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാമായിരുന്നു, വേണമെങ്കിൽ അയാൾക്ക് ഡയറക്ഷൻ കൊടുക്കാമായിരുന്നു. കൊടുക്കാതിരുന്നതിന് കാരണം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു, ഉണ്ടാകാം. ഓരോ ഗുണ്ടയും അകത്തായാലും പുറത്തായാലും അപകടകാരികൾ തന്നെയാണ്. അകത്തിരുന്ന് അവൻ ഗുണ്ടാപ്പണിക്ക് ഡയറക്ഷൻ കൊടുക്കും, ഗുണ്ടാ നേതൃത്വം കൊടുക്കും. നമ്മൾ കാണുന്നതാണ് കൊടിസുനിയൊക്കെ ജയിലിനകത്ത് കിടന്ന് തന്നെ കൊട്ടേഷൻ സ്വീകരിക്കുന്നത്, കൊട്ടേഷൻ സംഘം. അപ്പോൾ ഇവൻ ജീവിച്ചിരുന്നാൽ തന്നെ ഈ സമൂഹത്തിന് ആപത്താണ്. അപ്പോൾ പോലീസ് കണ്ണടച്ചു. പോലീസ് കണ്ണടക്കിയേ നിവൃത്തിയുള്ളൂ. മുംബൈയിലും ഒക്കെ തന്നെ പല ഗ്യാങ്ങുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവാൻ വേണ്ടി പോലീസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻകൗണ്ടേഴ്സ് അല്ലാതെ തന്നെ പോലീസ് സപ്പോർട്ട് ചെയ്ത് ഒരു ഗ്യാങ്ങിനെ പിടിച്ച് കൊല്ലിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. അത് തന്നെ ആയിരിക്കാം ഇവിടെ പോലീസ് ചെയ്തത്. എന്തായാലും അതൊട്ടും മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലരൊക്കെ കൊല്ലപ്പെടേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഒരു ഗുണ്ടാരാജ് ഈ നാട്ടിലുണ്ടായാൽ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഗുണ്ടാരാജ് അപകടകരമാണ്. പോലീസ് അല്പസ്വല്പം തല്ലി അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്താലും അവർക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നേ ചെയ്യാൻ പറ്റും. ഗുണ്ടകൾക്ക് എന്തും ചെയ്യാം, എത്ര ഹീനപ്രവൃത്തിയും ചെയ്യാം, അവനൊന്നും അത് തടസ്സമല്ല. ഈ ഗുണ്ടാ പരിവേഷം നൽകി മാധ്യമങ്ങൾ ഓരോരുത്തരെ വളർത്തിയെടുക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഗുണ്ടകൾ എന്തൊക്കെയാണെന്നുള്ളതും ഗുണ്ടകളുടെ ഫോട്ടോകൾ, അവരുടെ റീലുകൾ, ഇതൊക്കെ കാണാൻ ചെറുപ്പക്കാർ ധാരാളമുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഇത് കണ്ട ആവേശം മൂത്തി ഈ വഴിയിലേക്ക് പോകുന്നു. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ഓർക്കുക. ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ, ഒരു ശത്രുതയില്ലാത്ത മനുഷ്യരെ കാശ് വാങ്ങി പോയി വെട്ടുക, കൊല്ലുക. എന്ത് ഹീനപ്രവൃത്തിയാണ്, എന്ത് അധർമ്മമാണ് എന്നോർത്ത് നോക്കുക. പിന്നെ നമ്മൾ വിചാരിക്കും ഒരു ഗുണ്ടാ സംഘം 10,000 10,000 പേരും ഒന്നും ഉള്ളവരല്ല ഗുണ്ടാ സംഘങ്ങൾ. കൂടി വന്നാൽ 10 20 പേര് കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘത്തിന്റെ ശൃംഖല? ഓരോ സ്ഥലത്ത് ഓരോ ഗുണ്ടാ സംഘങ്ങളുണ്ട്, അതിന് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗുണ്ടാ നേതാവാണെങ്കിൽ, ഞാൻ കൊല്ലത്ത് എനിക്കൊരു ആവശ്യമുണ്ട്, അവിടെ ഒരു ഗുണ്ടാ നേതാവുണ്ട്. അവരെ വിളിക്കും, കൊട്ടേഷൻ കൊടുക്കും, അവരത് ഏറ്റെടുക്കും, ഇത്ര രൂപ കമ്മീഷൻ, ആ കൊട്ടേഷൻ ചെയ്യും. അങ്ങനെ ഒരു ശൃംഖലയാണ്, പടർന്നു കിടക്കുന്ന ഒരു ശൃംഖല. പല ഗുണ്ടാ സംഘങ്ങൾക്കും അവരുടെ അണികളെ തീറ്റിപ്പോറ്റാൻ വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട്. എന്തുമെന്നും ഒന്നും കൊട്ടേഷൻ കിട്ടത്തില്ല. ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒന്നും സേഫും അല്ല. ചിലപ്പം ജയിലിൽ പോകാം, കൊല്ലപ്പെടാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇവരെ തീറ്റിപ്പോറ്റണം. ഈ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയാണ് മയക്കുമരുന്ന് ബിസിനസ് പാരലായിട്ട് തന്നെ ചെയ്തു പോകുന്നത്. മയക്കുമരുന്നാകുമ്പോൾ മയക്കുമരുന്ന് വിറ്റുള്ള പണം കൊണ്ട്, ലാഭം കൊണ്ട് ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളെ പിടിച്ചു നിർത്താം. ഒത്തിരി ഗുണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ മാന്യമായി ജീവിക്കുന്ന വീട്ടിലെ ചെറുപ്പക്കാർ വരെ ഗുണ്ടാ പണിക്ക് രഹസ്യമായി പോകുന്നതായിട്ട് എനിക്കറിയാം. പലരും അവരിവിടെ അല്ല പോകുന്നത്. ഇപ്പോൾ ഒരു കൊട്ടേഷൻ വന്നാൽ, ഇവിടുന്ന് ഇപ്പം കൊല്ലത്തൊരു കൊട്ടേഷൻ പോവുക, ഇവിടുന്ന് കുറേ പേരെ കൊണ്ടുപോകും, അവർ പോയി ചെയ്യുന്നു. ഇവിടെ ഒരു കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനത്തിനാണെങ്കിൽ കൊല്ലത്തുനിന്ന് ആൾ വരും, അവർ ചെയ്തിട്ട് പോകും. അതിൻ്റെ ഗുണം എന്തെന്നാൽ കൊല്ലത്തുനിന്ന് വരുന്ന ഒരാളെ ഐഡന്റിഫൈ ചെയ്യില്ല, അവർക്ക് സ്വന്തമായി ചെയ്തിട്ട് പോകാം. ഇവിടുത്തുകാർ തന്നെ ഗുണ്ടാപ്പണിക്ക് പോയാൽ അവരെ തിരിച്ചറിയത്തില്ല. അങ്ങനെ ഒരിക്കലൊരു ശൃംഖലയാണ്. ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, പോലീസിലെ ഉദ്യോഗസ്ഥർക്ക്, വലിയ ധനാഢ്യന്മാർക്ക്, വലിയ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്തത് നമ്മളെപ്പോലുള്ള ഈ കാശില്ലാത്തവർക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്കൊക്കെ ഈ ഗുണ്ടാ സംഘങ്ങളെ ആവശ്യമാണ്. ഈ ഗുണ്ടാ സംഘങ്ങൾ അക്രമം മാത്രം നടത്തുകയല്ല ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒരാളുടെ രഹസ്യം ചോർത്തുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്കൊരു കെണി ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരാളെ അപമാനിക്കാൻ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം, ചില സ്ത്രീകളെ വെച്ച് ചെയ്യാം. ഇതിനൊക്കെ കൊട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ രാജ്ഭവൻ ഉണ്ണിത്താനെ ഒരു സ്ത്രീയുമായിട്ട് പിടികൂടി. അത് ഒരു കൊട്ടേഷൻ പരിപാടി തന്നെയായിരുന്നു. അവരുടെ പാർട്ടിക്കാർ തന്നെ ചെയ്ത ഒരു കൊട്ടേഷൻ പരിപാടിയാണ്, അല്ല ജനങ്ങളെ വന്നൊന്നും ചെയ്തതല്ല. അതൊരു കൊട്ടേഷൻ ആയിരുന്നു.
രാജ്മോഹനെ കൊണ്ട് താൻ സ്ത്രീയുമായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആൾക്കാർ കൂടി, പിന്നെ നാട്ടുകാർ ചുമ്മാ കൂടുക, നാട്ടുകാർ കൂടത്തില്ല, അത് കൊട്ടേഷനാണ്, അതും ഒരു ഗുണ്ടാ പ്രവർത്തനമാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഗുണ്ടായിസം വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാധാരണ ജനത്തിന് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗുണ്ടകളുടെ ഈ പ്രവർത്തനത്തിന് തടയിടേണ്ടതായിട്ടുണ്ട്. ചില നിയമങ്ങളൊക്കെ ഉണ്ട്, കാപ്പയൊക്കെ ഉണ്ട്, അതിലൊന്നും കഥയൊന്നുമില്ല. അതൊക്കെ ഏട്ടിലെ പശുവാണ്. അവരെ കാപ്പ ചുമത്തി 2-3 മാസം മാറി നിൽക്കും, പിന്നെ തിരിച്ചു വരും പഴയ രീതിയിൽ തന്നെ. പിടിച്ച് ജയിലിട്ടാൽ പിന്നെ ജാമ്യം കിട്ടി വെളി വരും. ഒന്നുകിൽ ഇവരെ അകത്തിട്ട് തന്നെ ട്രയൽ നടത്തണം. ഒരു കൊലക്കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞാൽ അകത്തിട്ട് തന്നെ ട്രയൽ നടത്തണം. ജിം രാജേഷിനെ കൊലപ്പെടുത്തിയ അൽവ അതിലിനെ ജയിലിലിട്ട് ട്രയൽ നടത്തിയിരുന്നെങ്കിൽ ഈ അതിൽ മരിക്കത്തില്ലായിരുന്നു, ഈ അതിൽ കൊല്ലപ്പെടത്തില്ലായിരുന്നു. അത് കോടതികളും നിയമ സംവിധാനങ്ങളും ഒക്കെ അതിന് ശക്തമായി ഉള്ള പ്രത്യേക നടപടികൾ ഉണ്ടാകണം. ഒരു കൊലക്കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അയാളെ വെളിവിട്ടാൽ അയാൾക്കൊരു ഗുണ്ട സംഘവുമായി ബന്ധമുണ്ട്, അല്ലെ ഗുണ്ടായുസവുമായി ബന്ധമുണ്ടെങ്കിൽ അയാളെ ഒരു കാരണവശാലും വെളിയിൽ വിടരുത്. കാഷ്വലായിട്ടുണ്ടാകുന്ന ചില കൊലപാതകങ്ങളോ ചില തർക്കങ്ങളിൽ നിന്നുണ്ടാകുന്നതോ ഒക്കെ അല്ല ഇത് പറയുന്നത്. ഇത് ഗുണ്ടായുസം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കൊലപാതകങ്ങൾ, അക്രമ സംഭവങ്ങൾ, അതിലൊക്കെ പ്രതിയാകുന്നവരെ ട്രയൽ നടത്തുന്നത് അകത്തിട്ട് തന്നെ ട്രയൽ നടത്തണം, ജയിലിലിട്ട് തന്നെ ട്രയൽ നടത്തണം. നമ്മുടെ ചില നിയമങ്ങൾക്കൊക്കെ അതിന് പരിമിതികളുണ്ട്. അതൊക്കെ ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ ഓർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ഗുണ്ടകളെ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടാൻ വിട്ടാൽ ഈ നാട് നരകമാവും, സുന്ദരമായ കേരളം നരകമാവും. ഗുണ്ടകൾ പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും. ഫോൺ ചെയ്ത്, നേരിൽ വന്ന് ഭീഷണിപ്പെടുത്തി, ആരോടെങ്കിലും പറഞ്ഞ് പറയിപ്പിച്ച്, അങ്ങനെയൊക്കെയുള്ള ഭീഷണികളുണ്ട്. ചില ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന ആളാണ്, ഇന്ന ഗുണ്ടാസംഘത്തിലുള്ള ആൾക്കാർ എന്നെ വിളിച്ചു, വലിയ പ്രശ്നമാണ്, നിങ്ങളെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചെറിയ ഭീഷണികൾ, ചെറിയ സംസാരങ്ങൾ ഒക്കെ ഈ ഗുണ്ടായുസത്തിന്റെ ഭാഗമാണ്. ചില കേസുകളിൽ, ചില തീരാത്ത കോടതിയിലെ ചില കേസുകൾ, കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ, ഇപ്പം ഒരാളെ ഉപദ്രവിച്ചൊരു കേസ് അവർ തീർക്കത്തില്ല, വാദിഭാഗം തീർക്കുന്നില്ല, അതിനും ഗുണ്ടായുസമുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. വാദികളെ ഭീഷണിപ്പെടുത്തുക, അവരെ മറ്റുള്ളവരെ വിട്ട് ഭീഷണിപ്പെടുത്തുക, അവരെ വിഷമവൃത്തത്തിലാക്കുക, അവർക്ക് അപായം വരും എന്നുള്ള ഭയം ഉണ്ടാക്കുക, അങ്ങനെ കേസ് തീർക്കുക. ഒരിക്കലും ഒരു കേസിന് ഞാൻ അതിലെ വാദിയെ നന്നായിട്ടൊക്കെ പഠിപ്പിച്ചു കോടതിയിൽ കൊണ്ടുപോയി വിസ്താരത്തിന് തയ്യാറാക്കി. അപ്പോൾ അവർക്ക് ഭീഷണി വന്നു. അവർ പേടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, സാറേ ഇത് നടത്തിയാൽ ചിലപ്പോൾ അവരെന്നെ ഞങ്ങളെ അപായപ്പെടുത്തും, വലിയ പ്രശ്നമാണ്, സാറിനെ വരെ അപായപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെ പോകാന്നേ പോട്ടല്ല, ഇപ്പം എന്ത് ചെയ്യാം, എൻ്റെ പണിയാണ്, കുട്ടികളായിട്ടൊന്നും പിടിച്ചു വയ്ക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, പക്ഷേ എൻ്റെ ജോലി ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുവാണെങ്കിൽ അത് സഹിക്കാനേ എനിക്ക് പറ്റും. ഗുണ്ടകളെ പിടിച്ച് എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവർ അവസാനം കേസ് കോംപ്രമൈസായി, നക്കാപ്പിച്ച് എങ്ങാണ്ട് കൊടുത്ത് ആ കേസ് അവർ കോംപ്രമൈസായി പോയി. ഇങ്ങനെയൊക്കെയുള്ള പല തലത്തിലുള്ളത്. അതുപോലെ തന്നെ ഗുണ്ടകൾ ഇടപെടുന്ന വേറൊരു സംഗതിയുണ്ട്, പണസംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ. പണം ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവരെ പോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു കൊടുക്കുക, ഇത്ര % അതിൻ്റെ കമ്മീഷൻ, അങ്ങനെയുള്ള ഗുണ്ടായിസം. അങ്ങനെ കോടതികളും പോലീസും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാരലായിട്ട് തന്നെ ഗുണ്ടകൾ ചെയ്യുന്നുണ്ട്. അവർ കാശും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നിയമപരമില്ലാത്ത മാർഗത്തിലൂടെ ഭീഷണിപ്പെടുത്തിയും ദേഹോദ്രവേൽപ്പിച്ചും ഒക്കെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗുണ്ടാ പ്രവർത്തനം ആർക്കാണ് അപകടം? സാധാരണക്കാർക്കാണ്, സ്വാധീനമില്ലാത്തവർക്കാണ്, രാഷ്ട്രീയ പ്രബലതയില്ലാത്തവർക്കാണ്. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തരും അതിൻ്റെ ഈ സന്ദേശം പല്ലിലേക്ക് എത്തിക്കണം. നമുക്കങ്ങോട്ട് ചിന്ത പകരണം. ഗുണ്ടകളെ ആരാധിക്കരുത്. ഗുണ്ടകൾ ആരാധ്യാപുരുഷന്മാരല്ല, വെറും ഹീന ജന്മങ്ങളാണ്, ക്രിമിനൽസാണ്, കുറ്റവാളികളാണ്. അവർ ചെയ്യുന്നത് നീചത്വമാണ്. അവരെ ആരാധിക്കുന്നത് പോലും നീചത്വമാണ്. നല്ലൊരു നടനെ ആരാധിക്കാം, നല്ലൊരു ഗായകനെ ആരാധിക്കാം, നല്ലൊരു നർത്തകനെ ആരാധിക്കാം, നർത്തകിയെ ആരാധിക്കാം, നല്ലൊരു എഴുത്തുകാരനെ ആരാധിക്കാം, ഒരു കവിയെ ആരാധിക്കാം. അവരുടെയൊക്കെ പോസിറ്റീവ് കഴിവുകൾ കൊണ്ട് അവർ ഉന്നതങ്ങളിൽ എത്തുന്നവരാണ്. ഇവരൊക്കെ നീചത്വം ചെയ്ത് കാശുണ്ടാക്കി
ദുഷ്കീർത്തി ഉണ്ടാക്കി മുകളിൽ വരുന്നവരാണ്. ഈ മരടനീഷിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ പറയുന്നത്, ഞാൻ ഈ ലെവലിലെത്തിയത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ്. എന്ത് ലെവലാ? മറ്റുള്ളവരെ ദ്രോഹിച്ചും അടിച്ചും ഇടിച്ചും അല്ലെ കൊന്നും ഒക്കെ ലെവലിലെത്തി. ഇതൊക്കെ എടുത്ത ആ ഷാജൻ സ്കറിയായോട് എനിക്ക് അടങ്ങാനാവാത്ത പുച്ഛമാണുള്ളത്. ഷാജൻ സ്കറിയയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടതിൽ തന്നെ അയാളോട് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. നന്ദി, നമസ്കാരം.